ഹായ്, അശ്വിൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിത് ഗ്രീൻ പീസ് കറിയാണ് വെക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പാണ്. അതൊരു ഓർഡർ ഉണ്ടായിരുന്നേ. അതിനാണ് പൊറോട്ടയും ചപ്പാത്തിയും. അതിന് നമ്മൾ ഗ്രീൻ പീസ് കറി, വെജിറ്റബിൾ കറി വേണമെന്ന് പറഞ്ഞ് അതിനുള്ള സാധനങ്ങളൊക്കെ കാണിക്കാം. ക്യാരറ്റ്, ഇത് ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇനി പൊളിച്ച് ഇടാനുള്ള ഇങ്ങനെയല്ല ഇടുന്നത് കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ കാണിച്ചുള്ളൂ. പിന്നെ ഇത്രയും പോരാ കിഴങ്ങ്, 30 കറിയാണ്. ഇത്രയും പോരാ കിഴങ്ങ്. ബാക്കി എല്ലാം കൂടി ഇങ്ങനെ വെച്ച് കാണിക്കാനല്ലാതെ ബാക്കി ഇതിനകത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കിഴങ്ങും സവോള എല്ലാം ഇതിനകത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയാണ്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ വെച്ച് വേകുമ്പോൾ ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇതിൻ്റെ അകത്തിട്ട് കുക്കറിൽ അടിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അരപ്പ് തയ്യാറാക്കാവേ. പിന്നെ അരയ്ക്കാനുള്ള പട്ടയുണ്ട്, ഗ്രാമ്പു, പിന്നെ കറുവാപ്പ, ഇത് പിന്നെ ഇതിൻ്റെ പിന്നെ ഇത് ഗ്രാമ്പു, ഇത് തക്കോലം, ഇത് കറുവാപ്പട്ട, ഇത് ഏലക്ക, തേങ്ങായേ. ഇത്ര ഞാൻ അരച്ചെടുക്കട്ടെ. ഇത് എണ്ണ അടുപ്പത്തൊഴിച്ച് ഞാൻ കടുകിടാൻ പോവാണ്. കടുകിട്ടു. ഇതിനകത്ത് 2 പത്തൽമുളക് ഇട്ട് കൊടുത്തു. എൻ്റെ കരിയാപ്പലയും കൂടി ഇട്ടേ. നമുക്കതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാതെ. സ്വല്പം മല്ലിപ്പൊടിയും കൂടി ഇതിനകത്തോട്ട് ഇടുവാണ്. അതിലോട്ട് ഞാൻ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. ഇനി ഞാൻ 2ആയിട്ടാണ് വേവിച്ചത്. ഗ്രീൻ പീസ് വേറെ, മറ്റേ കിഴങ്ങും എല്ലാം കൂടെ അത് വേറെയാണ് വേവിച്ചത്. ഇനി നമുക്കതിടാം. അതിൽ ഞാൻ കിഴങ്ങും ഇട്ടു. ഇനി നമുക്കിത് ഒന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞ് സെറ്റായി കഴിയുമ്പോൾ കളിക്കാവേ. ഞാനൊരു സ്വല്പം പാലും കൂടെ ചേർക്കുവാണ് ഇതിനകത്തോട്ട്. നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം. ഇതേടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ രീതിയിലുള്ള ഗ്രീൻ പീസ് കറിയാണ് ഞാൻ വെക്കുന്നത്. എൻ്റെ സ്റ്റൈലിലുള്ള കറിയാണ് ഞാനിങ്ങനെ കറി വെക്കുന്നത്. കറി റെഡിയായി. ഇത് നമുക്കൊരു ഓർഡർ കിട്ടിയതാണ്. പൊറോട്ടയും ചപ്പാത്തിയും വെജിറ്റബിൾ കറിയുമായിരുന്നു ഓർഡർ. അപ്പം പൊറോട്ട അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. കറി റെഡിയായേ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.